വലിയ സൗന്ദര്യം എന്താണ് ചോദിച്ചപ്പോഴേക്ക് മഹാന്മാര് പറഞ്ഞു ഫീഹാ റസൂലുള്ളാഹ്, ആ സ്വർഗത്തിൽ അള്ളാന്റെ റസൂലുണ്ട്. അതിനേക്കാളും വലിയ അലങ്കാരം ഇനി പറയാനുണ്ടോ? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിലെ ഏറ്റവും വലിയ അലങ്കാരം എന്താ? തനസ്സലുൽ മലായികത്തു വറൂഹ്, ഹബീബായ തങ്ങളെ റൂഹ് ഇറങ്ങി വരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. നമ്മളെ നേതാവ്, നമ്മളെ ഓർത്ത് കരഞ്ഞ നേതാവ്, റബ്ബിനെ കണ്ട മിഅ്റാജിന്റെ രാത്രിയിൽ നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ട് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞ നേതാവ്, മരണത്തിന്റെ നേരത്ത് ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ച് കരഞ്ഞ നേതാവ്, അനഫറത്തുക്കും മിൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ ചാരയുടെ സമുദായത്തെ ഞാൻ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞ നേതാവ്, മഹ്ശറയിൽ അർശിന്റെ തണലിൽ എല്ലാ പ്രവാചകന്മാരും സ്വർഗീയമായ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോ എന്റെ ഇരിപ്പിടം മാത്രം കാലിയാ. എന്റെ സമുദായത്തിൽ എന്നെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലിയ അവസാനത്തെ ആളെയും ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താതെ ഞാൻ ഇരിക്കുകയില്ലെന്ന് പറഞ്ഞ നേതാവ് മുഹമ്മദ് മുസ്തഫ. എല്ലാ പ്രവാചകന്മാർക്കും ഓരോ ദുആ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നൂഹ് നബി അത് ശത്രുക്കളെ നശിപ്പിച്ച് കളയാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി നമ്രൂദിനെതിരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മൂസാ നബി ഫിറഔനിനെതിരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തായിഫിന്റെ താഴ്വാരത്ത് കല്ലെറിഞ്ഞപ്പോ ഹബീബായ തങ്ങളാ പ്രാർത്ഥന ഉപയോഗിച്ചില്ല. പൊന്നുമോള് ഫാത്തിമത്തു സഹറാക്ക് മുലപ്പാല് പോലും കിട്ടാതെ ശുഅബ് അബീ താലിബിൽ 3 കൊല്ലം പട്ടിണി കിടന്നപ്പോ മുത്തുനബി ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച നാട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് കഅബയോട് വിട പറയുന്ന ഘട്ടത്തിൽ ആ പ്രാർത്ഥന ഹബീബ് ഉപയോഗപ്പെടുത്തിയില്ല. ഉഹദിന്റെ താഴ്വാരത്ത് നെറ്റിയിൽ അമ്പ് നിറച്ച് രക്തമൊഴുകിയപ്പോൾ ആ പ്രാർത്ഥന എവിടുന്ന് ഉപയോഗിച്ചില്ല. തന്റെ പ്രിയപ്പെട്ട എളാപ്പ ഹംസത്തുൽ കറാർ തങ്ങൾ തുണ്ടം തുണ്ടമായി ഉള്ളി എരിയുന്നത് പോലെ അരിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരിലയിൽ കൊണ്ടുവച്ച് മയ്യത്ത് കണ്ടിട്ട് ഹബീബായ തങ്ങൾ യാ കാശിഫൽ കർബാ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ നേരത്ത് ശത്രുക്കൾക്കെതിരെ ആ പ്രാർത്ഥന ഉപയോഗിച്ചില്ല. എന്റെ ദുആ എന്റെ സമുദായത്തിലെ ദോഷികൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ ഞാൻ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഹബീബായ തങ്ങൾ ഇറങ്ങി വരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. തനസ്സലുൽ മലായികത്തു വറൂഹ്.